എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആന്ധ്രാപ്രദേശിലെ ലേപാക്ഷി എന്ന ഗ്രാമത്തിലാണ് ഉള്ളത്. 16ാം നൂറ്റാണ്ടിൽ പൂർണ്ണമായും ശിലയിൽ കൊത്തുപണികളോട് കൂടി പണിത മനോഹരമായ ക്ഷേത്രം കണ്ടതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്നും പ്രധാന വാതിലിലൂടെ പുറത്തേക്കിറങ്ങി. കണ്ടാൽ മലയിൽ പണിത ഒരു കോട്ട പോലെ തോന്നിക്കുന്നത് ക്ഷേത്രത്തിലെ പ്രധാന മുൻവശമാണ്. അവിടെ നിന്ന് നോക്കുമ്പോൾ ലേപാക്ഷിയിലെ ചെറിയ പട്ടണം കാണാം. അങ്ങ് ദൂരെ കാണുന്ന മലയിൽ കാണുന്നതാണ് ലേപാക്ഷി. പാർക്ക് ചെയ്തിരിക്കുന്ന നിരവധിയായ കാറുകളുടെ ഇടയിലൂടെ ലേപാക്ഷിയിലെ മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രത്തിലേക്ക് യാത്രയാണ്. ഇവിടെയെല്ലാം നമുക്ക് കാണാം പുരാതന കാലത്തെ കെട്ടിടത്തിൻ്റെ അവശേഷിപ്പുകൾ. ലേപാക്ഷി ബസ് സ്റ്റാൻഡിൽ നിന്ന് 500 മീറ്ററും ശ്രീ വീരഭദ്ര ക്ഷേത്രത്തിൽ നിന്ന് 500 മീറ്ററും അകലെ സ്ഥിതി ചെയ്യുന്ന ലേപാക്ഷി നന്ദി ലേപാക്ഷിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. നന്ദി എന്ന് പറയുന്നത് ഒരു കാളയുടെ പ്രതിമയാണ്. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് പരിപാലിച്ചു പോരുന്ന ഒരു പാർക്കിൻ്റെ നടുക്കായിട്ടാണ് നന്ദിയെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ലേപാക്ഷിയിലെ പ്രധാനപ്പെട്ട മറ്റൊരു ആകർഷണ കേന്ദ്രമാണ്. മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഈ പാർക്കിലെ മരത്തിൽ നമുക്ക് ധാരാളം കുരങ്ങുകളെ കാണാം. വിജയനഗര കാലഘട്ടത്തിലെ പ്രധാന ക്ഷേത്രം നിർമ്മിച്ച സമയത്താണ് ഇത് നിർമ്മിച്ചത്. ലേപാക്ഷി നന്ദി ഒറ്റ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ്. നന്ദിയെ സ്ഥാപിച്ചിട്ടുള്ള ഈ പാർക്കിൽ നിന്ന് നോക്കിയാൽ കാണാം അങ്ങ് ദൂരെ വലിയൊരു പാറയുടെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ലേപാക്ഷിയെ. ശ്രാവണബെലഗോളയിലെ ഗോമതേശ്വരം കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഏകശിലാ നിർമ്മിതിയാണ് ലേപാക്ഷിയിലെ നന്ദി. ഇതിന് 20 അടി ഉയരവും 30 അടി നീളവുമുണ്ട്. അങ്ങനെ ലേപാക്ഷിയിലെ മനോഹരങ്ങളായ 3 സ്ഥലങ്ങളും സന്ദർശിച്ചതിന് ശേഷം അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.